അവള് 6 മാസത്തിന് ഞാൻ തരാന്ന് പറഞ്ഞല്ല. എന്തൊരു 60,000 രൂപ? അത് എനിക്ക് വാങ്ങിക്കാൻ അറിയാം, അത് അവൾ പറയുകയും ചെയ്ത്. ഇത് കഴിഞ്ഞ വർഷം അവൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ ചൂടാകാൻ വേണ്ടി പ്ലഗ് ചെയ്താ ചിലപ്പോ ചൂടങ്ങ് കയറും, കയറിക്കൊണ്ടിരിക്കും. ഇനി കയറിയില്ല എന്ന് പോയി പിന്നെ കയറിയില്ല. അങ്ങനെ എടാ ഇപ്പൊ ചിലപ്പോ നമ്മൾ പ്ലഗ് കൊടുക്കൂലേ, ടക്കനെ അങ്ങ് ചൂടാവും, പെട്ടെന്ന് പഴുത്ത് കയറുകയും ചെയ്യും. ചില സമയം നമ്മൾ പ്ലഗ് കൊടുത്ത് നോക്കിയാണ് ചൂട് കയറിയില്ല. ഇത് ജപ്പാൻ സാധനമാണ് കേട്ടാ. ജപ്പാനോ ചൈന എന്തരാണ് ശരിക്കും പറഞ്ഞാലേ. ഞാൻ ഇതാ ജംഗ്ഷനിൽ കൊടുത്ത് ശരിയാക്കാൻ പോയതാണ് ജപ്പാൻ ബാബുവിന്റെ കടയിൽ. പിന്നെ ഇതുവഴി വന്നപ്പോ പിന്നെ നിന്റെ അടുത്ത് തന്നെ തരാന്ന് വിചാരിച്ച്. എന്റെ വിധി. എന്നാ നീ വെയിറ്റ് ചെയ്യടാ, ഞാൻ 1 മണിക്കൂറിന് ശരിയാക്കി തരാം. ഇല്ലടാ പോയിട്ട് അത്യാവശ്യമുണ്ട്, നീ ശരിയാക്കി വെച്ചായി. ഇല്ലടാ ഇപ്പൊ റെഡിയാക്കി തരാം. ശരിയാക്കി വേടാ, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞല്ല. അടേ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഇപ്പൊ ഫോൺ ചെയ്യാൻ തുടങ്ങിയുള്ളൂ. ആര്? എടാ പോടാ, കള്ളം പറയാതെ കാര്യം പറയടാ. 2 ദിവസം കൊണ്ട് ഭയങ്കര ടെൻഷനല്ലേ. എന്താ? നമുക്ക് പരിചയമുള്ള ഒരു ഗൾഫുകാരൻ വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അവ ഇപ്പം ഉടൻ പോവും. പോണതിന് മുമ്പ് അത് ചുളുവിൽ ഞാൻ അടിച്ചെടുക്കണം. പിന്നെ അടിച്ചെടു. പക്ഷേ 35,000 രൂപ കൊടുക്കണം. കൊടു. എൻ്റെ അവിടെ നിന്നാ 35,000 രൂപ. പിന്നെ അല്ലെങ്കിൽ നീ താ 35,000 രൂപ. നീ തരുമ്പോ ഞാൻ സാധനം വാങ്ങിക്കും, എന്നിട്ട് അത് ഞാൻ നിന്റെ തരും. അത് എല്ലാം കൂടെ എടുത്തിട്ട് ഒരു 50,000 രൂപ ഇങ്ങോട്ട് താടേ. എങ്ങനെ? എടാ 35,000 രൂപയ്ക്ക് സാധനം വാങ്ങിക്കും, വാങ്ങിച്ചിട്ട് ഞാൻ നിനക്ക് തരും. നീ ഒരു 50,000 രൂപ. മനസ്സിലായി. അതായത് 35,000 രൂപ ഞാൻ നിനക്ക് തരുമ്പം നീ ആ സാധനം വാങ്ങിച്ച് ഇവിടെ വയ്ക്കും, എന്നിട്ട് നീ എനിക്ക് തരുമ്പം ഞാൻ നിനക്ക് വീണ്ടും 50,000 രൂപ തരണം. അപ്പൊ എല്ലാം കൂടെ 85,000 രൂപ. എടാ പോടാ പുല്ലേ, പിന്നെയും പറ്റിക്കാനുള്ള പരിപാടി കൊണ്ട് വന്നിരിക്കണവേ. മര്യാദയ്ക്ക് ശരിയാക്കി ഇവിടെ വാങ്ങിച്ച് വയ്ക്കാൻ ഡയറക്റ്റ് ആയിട്ട് നിന്റെ തന്നാല. എന്നിട്ട് 85,000 രൂപ തന്നാ മതിയാ? നല്ല ഉഗ്ര സാധനങ്ങളാണ്. പോടാ, ഞാൻ വിട്ടു പോയാ പോയി. ഞാൻ നേരെ അങ്ങ് പോയാൽ മതിയായിരുന്നു. എനിക്കറിയാം വന്ന് കയറിയ ഏണിയാണെന്ന് അറിയാലോ. ഇതുപോലെ ഇന്നത്തെ സാധനമല്ല. ഇവിടെ ഒന്ന് ശരിയാക്കി വയ്യടേ അണ്ണാ. മുത്തായി നീ വന്നു എന്ത് പാട്ട് നിർത്തിയത്? ഞാൻ ആസ്വദിച്ച് വരായിരുന്നു. നിന്റെ നല്ല ശബ്ദമാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ തോന്നേ? പെട്ടെന്നൊന്നും തോന്നിയതല്ല, പണ്ടേ തോന്നിയതാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് പറയാൻ സമയം കിട്ടിയത്. നീ എന്ത് കൊച്ചിലെ പാട്ട് പഠിക്കാത്ത? എത്ര രൂപ വേണ്ടേ? 1000, 5000? ഭയങ്കര സാധനം തന്നെ. എന്റെ മനസ്സിലുള്ള ഒക്കെ വായിച്ചളായി കള്ളി. അമ്മേ, എനിക്കൊരു 50 രൂപ വേണം. എന്തിനാ? എന്റെ ഫ്രണ്ടിന്റെ ഇവിടെ ഇരുന്ന് പോകാനാ. ഏത് ഫ്രണ്ട്? എന്റെ ക്ലോസ് ഫ്രണ്ട്. പോയിട്ട് പോരും. ഒരു ഈവനിങ് വൈകുന്നേരം ആകുമ്പോഴേക്കും എത്താം. വൈകുന്നേരം ഇവിടെ എത്തണം. പോ. അല്ല, അച്ഛൻ എന്തിനു ഇവിടെ കിടന്ന് ചുറ്റിക്കിറങ്ങണേ? പൈസക്കാ? പോടാ. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മുതിർന്നവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി വരരുത്. ഞാനും വലിയ ആളായി, ഞാനും ഇനി എല്ലാ ഇതിലും തലയിടും. എടാ ഞാൻ അവളെ ഒന്ന് മയപ്പെടുത്തിക്കൊണ്ട് വരാനടാ. എൻ്റെ ഇടയ്ക്ക് ഇടയിൽ കൂടെ കയറി വന്നോ ഈ ബാച്ച് പോലെ. അമ്മേ, അച്ഛന് ആവശ്യമില്ലാതെ പൈസ കൊടുക്കല്ല കേട്ടാ. ലാസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. അയ്യോ, ഞാൻ അറിയാതെ പറഞ്ഞു, നാട് വിട്ടുകളല്ലേ. അച്ഛൻ്റെ അമ്മേന്റെ പേഴ്സണൽ ഞാൻ പൈസ എടുക്കുന്നുണ്ട് കേട്ടോ. ഇടി ഞാൻ കാര്യമായിട്ട് പറഞ്ഞു, എനിക്ക് പൈസ തരണം, അത്യാവശ്യമാണ്. പൈസ എത്രയാ വേണ്ടേ പറ. ഒരു 35,000 രൂപ. 35,000 രൂപ പോയാലോ? മനുഷ്യ ടെൻഷൻ എടുപ്പിക്കാതെ. ആ ബാസിയുടെ പൈസ 6 മാസത്തിനകം കൊടുക്കണം. 60,000 രൂപയാണ് കടമുണ്ടാക്കി വെച്ചേക്കണം. കൊടുക്കണ്ടേ അത്? എടി അത് ഞാൻ കൊടുക്കാം. ഇത് ഞാൻ വേറൊരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിനറിയാമോ? അത് ഞാൻ നിനക്ക് പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു. മിണ്ടരുത്. ഈ പരിസരത്ത് കണ്ടുപോരുത് പൈസയുടെ കാര്യം പറഞ്ഞു. പൊയ്ക്കോളൂ. പോകാലോ. ഇത് വിളിച്ചെന്ത്? പൈസ റെഡിയാ? ഇല്ലടേ, അയാൾ പൈസക്ക് അത്യാവശ്യമായിട്ട് ഓടി നടക്കാൻ 2 ദിവസം കൂടെ നോക്കും. അത് തന്നെ വേറെ കൊടുക്കും. പിന്നെ എന്നോട് പറയാൻ നിൽക്കരുത് കൊടുത്തേണ്ട്. ഷുഗറേ, നീ ഒരു കാരണവശാലും അത് വിൽക്കാൻ സമ്മതിക്കല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഒപ്പിക്കും. എപ്പം ഒപ്പിക്കാടേ? സമയമില്ലെന്ന് കൊടുത്തോളാം. നീ പോ ചെറുക്കാൻ പറഞ്ഞു. പോ, നീ മരത്തിന് വേണ്ടി പോയി. പോ. എന്താ അല്ല, അച്ഛനെന്ത് ഇവിടെ നിൽക്കണ? അല്ല കാറ്റടാ. നീ പോണില്ലേ?
എന്താ ഞാൻ ഇവിടെ നിന്ന് കാറ്റ് വീശൂലേ? അതല്ലടാ, നീ നിന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോണെന്ന് പറഞ്ഞില്ലേ? അല്ല അത് ഞാൻ പൊക്കോളാം. ആ. അല്ല ഇത്തിരും അച്ഛനൊപ്പം ഒരാളിവിടെ നിന്നല്ല. ഇവിടെ ആരുമില്ല. ആളുടെ ആകാശത്തോട് പറഞ്ഞു ഞാൻ ഇത്തിരി മണ്ടല്ലേ ഇവിടെ നിൽക്കണേ. ആളാ? ആ ആൾ അവിടത്തെ ആളടാ, അയാൾ അവിടത്തെ അങ്ങ് പോയി, ആള് പോയി. ഇതാച്ചാ അനാവശ്യമായിട്ട് ഓരോ പണി ഒപ്പിക്കല്ലേ. അടങ്ങി മിണ്ടാണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അച്ഛനും കൊള്ളാം. ഡേയ്, ആ ഞാൻ നിന്റെ അച്ഛനാണ്. ആ സ്നേഹം കൊണ്ട് തന്നെ പറഞ്ഞ മിണ്ടാണ്ടിരിക്കാൻ. പോ പോടാ പോ. എന്തേ? ഡേയ്, ഞാൻ പൈസ ഒപ്പിക്കാം, നീ പോ. വിളിക്കണം വിളിക്കണേ, പെട്ടെന്നാണോ? ഓ അയ്യോ